അതുപോലെ മീനാക്ഷി കൊടുക്കുന്ന കമന്റ്സ് അല്ലെങ്കിൽ ക്യാപ്ഷൻസ്, ചില കമന്റ്സിന് റിപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കോൺവെർസേഷൻസ് ആവാറുള്ള കാര്യങ്ങൾ. എഫ് ബിയിലും ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിൽ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രേയക്കുട്ടിയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. വി ആർ ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറഞ്ഞു. അതിന്റെ താഴെ മീനാക്ഷി കൊടുത്തിരിക്കുന്ന ഒരു റിപ്ലൈ ആണ്, തന്റേതല്ലാത്ത കാരണത്താൽ വലുതായ രണ്ട് വ്യക്തികളെന്ന്. അതെ, എങ്ങനെ സാധിക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമല്ല വലുതാവുന്നത്. ഞാനും ശ്രേയും ഏകദേശം ഒരേ സമയത്ത് ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പം എന്നോ ഞാൻ എന്റെ ആ പാട്ടിലൂടെ, ഞാൻ അമർ അക്ബറിന് മുന്നേ മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ എല്ലാവർക്കും അറിയുന്നത് ഞങ്ങളുടെ പാത്തു എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം അതിൽ എനിക്ക് വേണ്ടി ശ്രേയാണ് പാടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്ത മിക്ക മൂവീസിലും ശ്രേയാണ് എനിക്ക് വേണ്ടി, മിക്ക എന്നല്ല അത്യാവശ്യം എല്ലാ സിനിമയിലും, മലയാളത്തിൽ ഒപ്പത്തിലാണെങ്കിലും കന്നഡ ചെയ്തപ്പോഴാണെങ്കിലും ഒക്കെ ശ്രേയാണ് എനിക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഫീൽഡിലേക്ക് വന്ന ആൾക്കാരാണ്. ഞാനും ശ്രേയ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്നും കോൺവെർസേഷൻ ഉള്ള ആൾക്കാരല്ല, എന്നും വിളിച്ച് സംസാരിച്ച് അങ്ങനത്തെ ആൾക്കാരല്ല. പക്ഷെ ഞങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ അന്ന് എവിടുന്ന് നിർത്തിയോ അവിടുന്ന് പിന്നെ തുടങ്ങാൻ പറ്റുന്ന ആൾക്കാരാ. അപ്പോൾ ഞങ്ങൾ അത്രയും അവൾ എല്ലാ കാര്യങ്ങളും എന്ന് പറയും, ഞാനും തിരിച്ചങ്ങനെ തന്നെയാണ്. അപ്പം ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ചിതിലേക്ക് വരുന്നു, ഒന്നിച്ച് വളരുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം ഞാനും ശ്രേയം കൂട്ടായിരുന്നെങ്കിൽ അന്ന് ഉണ്ടാവുന്ന കൂട്ട് ഇന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമുള്ള, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അപ്പം അന്ന് ഞാനും ശ്രേയും ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ദുബായ് ടൂർ ഉണ്ടായിരുന്നു, അപ്പോൾ അമർ അക്ബറിന്റെ ഒക്കെ സമയത്ത്. അപ്പം ഞാനും ശ്രേയ ഇങ്ങനെ പറയും, ഞങ്ങൾ വലുതായിട്ട് എടി ഞങ്ങൾ വെറുതെ ഇരുന്ന് കളിക്കുന്ന അന്ന് 8-9 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പറയും, എടി നമ്മൾ വലുതാവുന്നു, നമ്മൾ കാർ എടുക്കുന്നു, കാർ ഓടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറെ ടിഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വലിയ ആൾക്കാരെ പോലെ കളിക്കാൻ വലിയ ഇഷ്ടമാണല്ലോ, തീരെ ചെറുതാവുന്ന സമയത്ത്. ഇപ്പൊ അങ്ങനെ ഭയങ്കര വലിയ ആൾക്കാരൊന്നും അല്ല, 10-20 വയസ്സേ ഉള്ളൂ, കുറച്ചും കൂടെ അന്നുള്ളതിലേക്ക് ഇച്ചിരി കൂടെ വലുതായി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ കുഴച്ച് ഒരു കേക്ക് പോലെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനും ശ്രേയം പറയും, എടി ഞാൻ വലുതാവുന്ന എന്നിട്ട് എന്റെ വീട്ടിലേക്ക് നീ കാറെ സ്വന്തമായിട്ട് വരുന്നു, അപ്പൊ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കുന്നു, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, കാർ ഓടിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്തെ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രേയനെ കണ്ടു. അപ്പം ഞാൻ കോഴിക്കോട് വന്നപ്പം ആദ്യം വിളിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ശ്രേയാണ്. അപ്പം ഞാൻ അവളെ വിളിച്ചു, എടി എനിക്ക് കാണണം. അപ്പോൾ അവള് ഞാൻ നിൽക്കുന്ന ഹോട്ടലിലേക്ക് സ്വന്തം ഡ്രൈവ് ചെയ്ത് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടൊരു കഫേയിൽ പോയി. അപ്പം ഞങ്ങൾ പറഞ്ഞു, എടി നമ്മൾ അന്ന് പറഞ്ഞ ആ സമയമായി എന്ന് വെച്ചാൽ തന്നെ വണ്ടി ഓടിച്ച് വന്ന് എന്നെ കാണാൻ വന്ന് ഞങ്ങൾ ഒന്നിച്ച് കറങ്ങുന്ന സമയമായി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതെന്താണെന്ന് എനിക്കറിയണം. പക്ഷെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, അവൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല വലുതാവുന്നത്. എനിക്കല്ല ഇങ്ങനെ ഭയങ്കര കുഞ്ഞുവാവായിട്ടിരിക്കാൻ തന്നെയാണ് എപ്പോഴും ഇഷ്ടം. കാരണം അത് പിന്നെ പറ്റില്ലല്ലോ, നമ്മൾ വൺസ് വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു, ആ ഇമേജ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് കുഞ്ഞായിട്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ തന്റേതല്ലാത്ത കാരണത്താൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ വലുതാവുന്നത്. അതെ, വലുതായി പോയ രണ്ടാൾക്കാർ തന്നെയാണ്, എല്ലാവരെയും പോലെ വലുതായി പോയ രണ്ടാൾക്കാർ തന്നെയാണ്.